എക്സാമിനേഷന് സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന 5 മാർക്കിൻ്റെയും 2 മാർക്സിൻ്റെയും ക്വസ്റ്റ്യൻസ് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് NCERT ടെസ്റ്റിൻ്റെയും SCERT ടെസ്റ്റിൻ്റെയും ഡൗൺലോഡ് ചെയ്ത ബുക്കിൽ നിന്നും പ്രാക്ടിക്കൽ പ്രോബ്ലംസും എക്സർസൈസും വർക്കൗട്ട് ചെയ്യുക. അത് ശരിയാകുന്നില്ലെങ്കിൽ, സംശയമുണ്ട് എങ്കിൽ നിങ്ങളത് പേജ് നമ്പറും ക്വസ്റ്റ്യൻ നമ്പറും നോട്ട് ചെയ്ത് ടെലിഗ്രാമിലോ വാട്സാപ്പ് ഗ്രൂപ്പിലോ ഇട്ടാൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. AM സ്പോർട്സ് ക്ലബ് റിസീവ്ഡ് ₹1,75,000 as subscription for the year ended 31st March 2018. Consider the following adjustments and mention whether we should add or deduct each item to find out the subscription for the year 2018. 2018 സബ്സ്ക്രിപ്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്യുമ്പോൾ ചിലതൊക്കെ ആഡ് ചെയ്യുക. അതാണ് വെദർ വി ഷുഡ് ആഡ് ഓർ ഡിഡക്റ്റ്. ചില ഐറ്റമൊക്കെ ആഡ് ചെയ്തും ഡിഡക്റ്റ് ചെയ്തും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട്, ആ അഡ്ജസ്റ്റ്മെൻറ്റുകളെ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ഇത് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. 2018 സബ്സ്ക്രിപ്ഷൻ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ തൊട്ട് മുകളിൽ 2018 മാർച്ച് 31 അവസാനിക്കുന്ന സബ്സ്ക്രിപ്ഷൻ അല്ലേ 1,75,000 തന്നിരിക്കുന്നത്. അതെന്താണ് തന്നിരിക്കുന്നത് നോക്കൂ. ക്ലബ് റിസീവ്ഡ് ₹1,75,000 as subscription for the year ended 31st March 2018. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ആണ് തന്നിരിക്കുന്നത്. ആ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഒരിക്കലും 2018 സബ്സ്ക്രിപ്ഷൻ ആകണം എന്നില്ല. 2018 കിട്ടിയ സബ്സ്ക്രിപ്ഷനെ പറഞ്ഞിട്ടുള്ളൂ. അതെന്താണ് സാർ അങ്ങനെ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാകാം. ആ സംശയം നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. നോക്കാം. ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൂടി നമുക്ക് പരിഗണിക്കാം. അഡ്ജസ്റ്റ്മെൻറ്റ് ഇതാണ്. 4 അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 31/3/2018, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 1/4/2017, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ 1/4/2017, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ 31/3/2018. അങ്ങനെ 4 അഡ്ജസ്റ്റ്മെൻ്റാണുള്ളത്. 4 അഡ്ജസ്റ്റ്മെൻറ്റിനും ഡേറ്റ് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ഡേറ്റിന് വളരെ പ്രാധാന്യമുണ്ട്. എന്തൊക്കെയാണ് ഡേറ്റ് നോക്കാം. 1. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 31/3/2018. പിന്നെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 1/4/2017. 2 ഡേറ്റ്. 1 31/3/2018, 1/4/2017. അങ്ങനെ 2 ഡേറ്റുമായി ബന്ധപ്പെടുത്തിയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. എന്താണ് ഈ ഡേറ്റിൻ്റെ പ്രാധാന്യം? 31/3/2018 എന്താണ് പ്രാധാന്യം? അത് ക്ലോസിംഗ് ഡേറ്റിനെ സൂചിപ്പിക്കുന്നു. 1/4/2017 എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്പണിംഗ് ഡേറ്റിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ 2 ഡേറ്റ്. 1 ഓപ്പണിംഗ്, 2 ക്ലോസിംഗ്. എന്താണ് ഈ ഓപ്പണിംഗ് ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ്? അതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ സ്റ്റോക്കുമായി ബന്ധപ്പെടുത്തിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നോക്കൂ, നമ്മൾ എഴുതാറുണ്ട് അക്കൗണ്ടിനകത്ത് ക്യാഷ് അക്കൗണ്ടൊക്കെ വരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കുമ്പോഴൊക്കെ നമ്മൾ എന്താ ചെയ്യും? ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് ഓപ്പണിംഗ് ബാലൻസ് എഴുതും. എന്താ ഓപ്പണിംഗ് ബാലൻസിനെ സൂചിപ്പിക്കുന്നത്? ഇന്നലത്തെ ബാലൻസിനെ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ബാലൻസാണ് ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ ക്ലോസിങ്ങോ, അത് കറൻറ്റ് ഇയർ ബാലൻസ്, ഇപ്പോഴുണ്ടായ ബാലൻസ്, ഈ വർഷം ബാക്കി വന്നത്, അതാണ് എന്ത്? ക്ലോസിംഗ് ബാലൻസ്. ഇപ്പോൾ 2 ബാലൻസാണ്, ഡേറ്റാണ്. 1 ഓപ്പണിംഗ് ഡേറ്റ്, 2 ക്ലോസിംഗ് ഡേറ്റ്. ക്ലോസിംഗ് ഡേറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഈ വർഷത്തെ സൂചിപ്പിക്കുന്നു. ഓപ്പണിംഗ് ഡേറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? കഴിഞ്ഞ വർഷത്തെ സൂചിപ്പിക്കുന്നു. മനസ്സിലായല്ലോ? കഴിഞ്ഞ വർഷത്തെ സൂചിപ്പിക്കുന്നതാണ് ഓപ്പണിംഗ് ഡേറ്റ്. ക്ലോസിംഗ് ഡേറ്റ് ഈ വർഷത്തെ സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് നോക്കാം, ഈ സബ്സ്ക്രിപ്ഷൻ എന്താണ്?
സബ്സ്ക്രിപ്ഷൻ ഇൻകമാണ്. സബ്സ്ക്രിപ്ഷൻ ഇൻകമാണ്. അതെവിടൊക്കെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? റെസിപ്റ്റ്സ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ടിൽ ഉൾപ്പെടുന്ന റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും റെക്കോർഡ് ചെയ്യുന്ന ഐറ്റമാണ് ഏത്? സബ്സ്ക്രിപ്ഷൻ. ആദ്യം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലാണ്. ആ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് നമ്മൾ സബ്സ്ക്രിപ്ഷൻ റെക്കോർഡ് ചെയ്യുന്നത്. അതിലെ സബ്സ്ക്രിപ്ഷൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എടുക്കുമ്പോൾ എന്താണ് പ്രത്യേകത, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കണം. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഐറ്റംസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ആക്ച്വൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ബേസ് ആണ്. അവിടെ പീരീഡ് നോക്കുന്നില്ല, നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സിനകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. പീരീഡ് നോക്കാതെ എന്ത് മാത്രമേ നോക്കൂ? റിസീവ്ഡ് ആണോ പേയ്മെൻ്റ് ആണോ, കിട്ടിയതാണോ കൊടുത്തതാണോ എന്ന് നോക്കിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വർഷത്തിന് പ്രാധാന്യമില്ല. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴോ അവിടെ റെസിപ്റ്റും പേയ്മെൻറ്റും അവിടെ പ്രശ്നമല്ല. പിന്നെയോ അക്രൂവൽ ബേസ് ആണ്. ഈ വർഷത്തേതാണോ, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വർഷത്തെയാണോ ഈ ഇൻകം അതല്ലെങ്കിൽ എക്സ്പെൻസ് എന്നാണ് നോക്കുന്നത്. അക്രൂവൽ ബേസ് ആണ്, ഓർക്കുക. അല്ലാതെ റെസിപ്റ്റും പേയ്മെൻറ്റും അവിടെ നോക്കുന്നില്ല. കിട്ടിയതാണോ കൊടുത്തതാണോ എന്നൊന്നും അറിയണ്ട ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്ത്. എന്താണ് കാരണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? മാച്ചിങ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ്. അക്കൗണ്ടൻസിയിൽ നിരവധി പ്രിൻസിപ്പിൾസ് ഉണ്ട്, നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്നത് മാച്ചിങ് പ്രിൻസിപ്പിളാണ്. മാച്ചിങ് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? ഏത് വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത്, ആ വർഷത്തെ ഇൻകത്തെ ആ വർഷത്തെ എക്സ്പെൻസുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമേ എക്സാക്റ്റ് പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇപ്പോൾ 2018 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കേണ്ടത് 2018 ഇൻകവും എക്സ്പെൻസും മാത്രമാകണം. എന്നാലേ നമുക്ക് എക്സാക്റ്റ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ, ഈ ബേസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് നോക്കാം. ഒരു ഹെഡിങ് വേണം. കാൽക്കുലേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ ഫോർ ദ ഇയർ 2018 എന്നാണ് ഞാൻ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെഡിങ് കൊടുക്കാം, അനുയോജ്യമായ ഹെഡിങ് കൊടുക്കാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. നോക്കൂ, ആദ്യം എഴുതേണ്ട ഇവിടെ 4 അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്, പിന്നെ ഒരു എമൗണ്ടും ഉണ്ട് അല്ലേ. അതിൽ ഏത് ഐറ്റമാണ് നമുക്ക് ആദ്യം എഴുതേണ്ടത്? എപ്പോഴും ഓർക്കുക, നമ്മൾ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡിലാണ് ഫസ്റ്റിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് എത്ര രൂപയായിരുന്നു? 1,75,000. ഈ വർഷം കിട്ടിയത് 1,70,000. പ്രത്യേകത എന്താ? ഈ വർഷം കിട്ടിയ സബ്സ്ക്രിപ്ഷൻ എല്ലാം ഈ വർഷത്തെ മാത്രം ആകണം എന്നില്ല. പക്ഷേ നമുക്ക് വേണ്ടതോ ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ എത്രയാണ് എന്നാണ് അറിയേണ്ടത്. ഈ വർഷം കിട്ടിയതല്ല അറിയേണ്ടത്, ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ എത്ര, അതാണ് അറിയേണ്ടത്. അതുകൊണ്ട് നമ്മൾ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡിനകത്താണ് എന്ത് നടത്തുന്നത്? അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നത്. നോക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ചില ഐറ്റംസൊക്കെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും, ചില ഐറ്റംസൊക്കെ ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ഐറ്റം ആഡ് ചെയ്യും, ഏതൊക്കെ ഐറ്റം ലെസ് ചെയ്യും നോക്കാം. ഒന്ന് ഓർത്ത് നോക്കിയാൽ ഇത്രയും കേട്ടതനുസരിച്ച് നിങ്ങൾക്ക് ഒന്ന് റീകളക്ട് ചെയ്ത് പറയാൻ പറ്റും. ഈ 1,70,75,000 നിന്ന് ഏതൊക്കെ ഡിഡക്റ്റ് ചെയ്യും, ഏതൊക്കെ ആഡ് ചെയ്യും പറയാൻ പറ്റുമോ? പറ്റണമല്ലോ. എന്താണ് ബേസ്? 2018 സബ്സ്ക്രിപ്ഷൻ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ 2018 സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡിനകത്ത് ഏതെങ്കിലും ഓൾഡ് സബ്സ്ക്രിപ്ഷൻസോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ അഡ്വാൻസോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ വരരുത്. അപ്പോൾ അതെന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ എക്സാമ്പിൾ, ഇതിനകത്ത് മുൻ വർഷങ്ങളിലെ ഏതെങ്കിലും സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് വരരുതല്ലോ, നമുക്ക് വേണ്ടല്ലോ, നമുക്ക് ഈ വർഷത്തെ മാത്രം മതി. അപ്പം മുൻ വർഷങ്ങളിലെ സബ്സ്ക്രിപ്ഷൻ ഇതിൽ വന്നിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യും?
ഡിഡക്റ്റ് ചെയ്യും. അതാണ് നോക്കേണ്ടത്, നോക്കേണ്ടത്. അല്ല നിങ്ങൾക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. മുൻ വർഷങ്ങളിലെ സബ്സ്ക്രിപ്ഷൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യും. അപ്പോൾ മുൻ വർഷങ്ങളിലെ സബ്സ്ക്രിപ്ഷൻ ഡിഡക്റ്റ് ചെയ്ത് മാറ്റണം. ക്വസ്റ്റിനകത്ത് ക്ലിയർ ആയിട്ടുണ്ടാകും. ഇനി ഏത് ഡിഡക്റ്റ് ചെയ്യാം? ചെയ്തേക്കാം. ഇതിൽ ഏതെങ്കിലും സബ്സ്ക്രിപ്ഷൻ ഈ വർഷം അഡ്വാൻസായി റിസീവ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവും. അതും വേണ്ടല്ലോ. അതെന്താ? അത് അടുത്ത വർഷത്തെയാണ്. ഈ വർഷത്തെ മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതും ലെസ് ചെയ്യും. അപ്പോൾ എത്ര സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഇതിനകത്ത് ലെസ് ചെയ്യും? 2 എണ്ണം. ഏതൊക്കെ? ഒന്ന്, മുൻ വർഷങ്ങളിലെ ഏതെങ്കിലും സബ്സ്ക്രിപ്ഷൻ കിട്ടാതിരുന്നത് ഇപ്പോൾ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യും. 2, അടുത്ത വർഷത്തെ ഏതെങ്കിലും സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസായി റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? ലെസ് ചെയ്യും. അടുത്ത വർഷത്തെ ഫ്യൂച്ചറിലെ 2019 സബ്സ്ക്രിപ്ഷൻ 2018 റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യും. അങ്ങനെ ലെസ് ചെയ്യുന്ന 2 ഐറ്റം പിടികിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഏതാ? അല്പം ഒന്ന് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് ക്ലിയർ ചെയ്യാം. എന്താണ് ഈ വർഷം? ഇതെന്താണ്? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് മാത്രമാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ തരാതിരുന്നൂടെ? സബ്സ്ക്രിപ്ഷൻ തരാതിരുന്നൂടെ? അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ. ഈ വർഷം തരാതിരുന്ന സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ, ആരെങ്കിലും സബ്സ്ക്രിപ്ഷൻ ഈ വർഷം തരാതിരുന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അത് ഈ വർഷത്തെ കൃത്യമായി അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്തല്ലേ മതിയാവൂ. അപ്പോൾ ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. നോക്കാം, കണ്ടോ? സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 31 മാർച്ച് 2018 ക്ലോസിംഗ്. നേരത്തെ സൂചിപ്പിച്ചു, ക്ലോസിംഗ് എല്ലാം ഈ വർഷത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പം ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് എത്രയുണ്ട്? അത് നമ്മൾ ഇതിനോടൊപ്പം ആഡ് ചെയ്യും. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 31 മാർച്ച് 2018 ആഡ് ചെയ്തു. ഇനി ഏതാ? നോക്കൂ, 19 സബ്സ്ക്രിപ്ഷൻ 2018 അഡ്വാൻസായി വാങ്ങി. അതെന്താ? അത് 19 എന്ത് ചെയ്യരുത്? 18 കണക്കി വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ അതെന്ത് ചെയ്യും? ലെസ് ചെയ്യും. ഇതുപോലെ വേറൊരു സാധ്യതയില്ലേ? 2018 സബ്സ്ക്രിപ്ഷൻ 2017 ആരെങ്കിലും കൊടുത്തൂടെ അഡ്വാൻസ്? ഈ വർഷത്തെ 18 സബ്സ്ക്രിപ്ഷൻ 17 കൊടുത്തൂടെ? അല്ലെങ്കിൽ 16 കൊടുത്തൂടെ? മുൻ വർഷങ്ങളെ അഡ്വാൻസായി കൊടുത്തൂടെ? അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അപ്പോൾ മുൻ വർഷങ്ങളിൽ ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ വർഷത്തെ ഇൻകത്തിനകത്ത് വരണം. അങ്ങനെയാണ് അത് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അതെങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം? ഡേറ്റ് നോക്കി ഐഡൻറ്റിഫൈ ചെയ്യാം. ഏത് ഡേറ്റ്? ഓപ്പണിംഗ് ഡേറ്റ്. ഓപ്പണിംഗ് ഡേറ്റ് എല്ലാം ഏതാ? പ്രീവിയസ് ഇയർ, കഴിഞ്ഞ വർഷങ്ങളിലെ ഐറ്റംസ് ആണ്. നോക്കാം. അങ്ങനെയാണെങ്കിൽ ഏതാ? സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് 1 ഏപ്രിൽ 2017 2017 ഓപ്പണിംഗ് എന്ന് പറഞ്ഞ് സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് തന്നിരിക്കുന്നു. എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? കഴിഞ്ഞ വർഷം അഡ്വാൻസ് വാങ്ങി. കഴിഞ്ഞ വർഷം അഡ്വാൻസ് വാങ്ങുന്നത് ഏതാ? 2018. അപ്പോൾ അത് 2018 കണക്കിൽ വരണം. അങ്ങനെയാണെങ്കിൽ അത് ആഡ് ചെയ്യണം. ആഡ് ചെയ്തു. 16,000 രൂപ ആഡ് ചെയ്തു. അങ്ങനെ 2 സബ്സ്ക്രിപ്ഷൻ നമ്മളിപ്പോൾ ആഡ് ചെയ്തു. 2 അഡ്ജസ്റ്റ്മെൻറ്റ് ആഡ് ചെയ്തു. ഏതാ? ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ്ങും ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞ വർഷം വാങ്ങിയതും. എങ്ങനെ ഇത് രണ്ടും ഐഡൻറ്റിഫൈ ചെയ്ത്? ഡേറ്റ് നോക്കി. ഓപ്പണിംഗ് ഡേറ്റ് കഴിഞ്ഞ വർഷത്തെ, ക്ലോസിംഗ് ഡേറ്റ് ഈ വർഷത്തെ. ശരി, നേരത്തെ പറഞ്ഞു 2 ഐറ്റം നമ്മൾ എന്ത് ചെയ്യും? ലെസ് ചെയ്യും. അത് ഏതൊക്കെയാണ്? ഒന്ന്, കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് ഈ വർഷം മേടിച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ്, കഴിഞ്ഞ വർഷം കിട്ടാനുണ്ടായിരുന്നത് ഈ വർഷം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റിനെ അത് ക്ലിയർ ആയിട്ടുണ്ടാവും. ക്വസ്റ്റിനെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളത് കിട്ടിയതായിട്ട് തന്നെ എടുക്കും. അതല്ല, ക്വസ്റ്റിനകത്ത് പറയുന്നു 2017 ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വേണ്ട. പക്ഷെ ഇവിടെ ഒന്നും പറയുന്നില്ല, കഴിഞ്ഞ വർഷം ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഇവിടെ ലെസ് ചെയ്യണം. നോക്കാം. ലെസ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്. ഏത്? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ്. ഓപ്പണിംഗ് എന്തിനെ സൂചിപ്പിക്കുന്നു? കഴിഞ്ഞ വർഷത്തെ സൂചിപ്പിക്കുന്നു. 1/4/2017 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ലെസ് ചെയ്യുന്നു. അടുത്ത ഇനി എന്താ ചെയ്യുന്നത്? ഈ വർഷം അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ,
എന്ന് പറയുമ്പോൾ 2019 2018 വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. കാരണം ഈ വർഷത്തെ കണക്കിൽ വരേണ്ടതല്ല. പക്ഷേ ട്രാൻസാക്ഷൻ നടന്നു പോയതുകൊണ്ട് ഈ വർഷത്തെ കണക്കിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് അത് പക്ഷേ ഇൻകം നമ്മൾ ഈ വർഷത്തെ ഇൻകം കണ്ടുപിടിക്കുമ്പോൾ അതിനകത്ത് വരാൻ പാടില്ല. ഇങ്ങനെ തന്നെയാണ് നമ്മൾ എക്സ്പെൻസും വർക്കൗട്ട് ചെയ്യുന്നത്, ഇൻകവും വർക്കൗട്ട് ചെയ്യുന്നത്. ഓർക്കുക, ഇൻകം കണ്ടുപിടിക്കുമ്പോൾ അതാത് വർഷത്തെ ഇൻകമേ അതിനകത്ത് വരാൻ പാടുള്ളൂ, അതാത് വർഷത്തെ എക്സ്പെൻസുമേ വരാൻ പാടുള്ളൂ. അതാണ് ഡ്യൂ ബേസ് ഓർ അക്രൂവൽ ബേസ് എന്ന് പറയുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും കഴിഞ്ഞ വർഷം പഠിച്ച പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നത് അക്രൂവൽ ബേസിലാണ്, മാച്ചിങ് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഒന്ന് കേട്ട് മനസ്സിലാക്കി നോക്കുക. ഇതേ രീതിയിലാണ് ബാക്കി ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്യേണ്ടത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക, അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.